ഹായ് ഹലോ, വെൽക്കം ടു ചില്ലീസ് ഒഫീഷ്യൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഭയങ്കര അടിപൊളി ഒരു ദിവസമായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് രാത്രി വരെയുള്ള കുറേ മൊമെൻറ്റ്സിനെ എല്ലാ മൊമെൻറ്റ്സും ഒന്നും എനിക്ക് വീഡിയോ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ചെറിയ കുറച്ച് ക്ലിപ്സ് ഉണ്ടാവും, കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നി. ഈ തവണത്തെ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാൻ എൻ്റെ 20s നിന്നും 30s എൻ്റർ ചെയ്തിരിക്കുകയാണ്. എല്ലാവരും കൈയടിച്ചു. അതിന് എൻ്റെ 30s കയറി. നമ്മുടെ സൊസൈറ്റി പറയുന്ന അനുസരിച്ച് ഇപ്പോൾ ഒരു 30 ഏജ് ഉള്ളൊരു അമ്മായിയായി മാറിയിരിക്കുകയാണ്. പക്ഷേ എൻ്റെ 30s എന്ന് പറയുമ്പോൾ എനിക്ക് ഇനിഷ്യലി ഭയങ്കര ടെൻഷനായിരുന്നു ഗൈസ്. വെച്ചാൽ നമ്മൾ 20s കഴിഞ്ഞല്ലോ, നമുക്ക് ഏജായി. 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിയായി എന്നുള്ളൊരു തോന്നലാണല്ലോ. പക്ഷെ ഞാൻ കുറച്ചും കൂടി അതിനെ ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ടുള്ളൊരു തോട്ടാണ് ഞാൻ അതിന് കൊടുക്കുന്നത്. 30s എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന മൊമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഫിനാൻഷ്യലി നമുക്കൊരു ജോലിയായി, ഫിനാൻഷ്യലി സ്റ്റേബിളായി, പിന്നെ നമ്മുടെ ഫാമിലി കുറച്ചുകൂടി നമ്മളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാണുന്നൊരു സമയമാണ്. നേരത്തെ നമ്മുടെ ഡിസിഷൻസിനൊന്നും അത്ര വാല്യൂ ഇല്ലെങ്കിലും ഒരു 30 ഒക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ നമ്മളെ കുറച്ചൊക്കെ അവരൊരു വാല്യൂ ചെയ്ത് നമ്മുടെ ഡിസിഷൻസിനൊക്കെ അവർ വാല്യൂ ചെയ്യും. പിന്നെ സൊസൈറ്റിക്ക് ആണെങ്കിലും 30 ഒരു 20s ഒക്കെ കഴിഞ്ഞ് 30s കയറുമ്പോഴത്തേക്ക് നമുക്ക് പൈസ ഉണ്ട്, ജോലി ഉണ്ട്, ഒക്കെ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു നിലവിലൊക്കെ കിട്ടും. ബട്ട് എന്നാലും കല്യാണം ഒന്നും കഴിക്കാതെ ഫാമിലി ഒന്നും ആവാതിരിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് കഴിച്ചത്. ഞാൻ പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ 30s ഭയങ്കര കുറേ ബ്യൂട്ടിഫുൾ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തവണത്തെ എൻ്റെ 30th ബർത്ത്ഡേക്ക് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ചാലഞ്ചായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇത്തവണത്തെ എൻ്റെ ബർത്ത്ഡേ ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു. കാരണം ഒരു സ്പെഷ്യൽ ആണല്ലോ, ഒരു പുതിയൊരു ഏജ് ഗ്രൂപ്പിലേക്ക് 30s ഏജ് ഗ്രൂപ്പിലേക്ക് കയറാണല്ലോ. അപ്പോൾ ഞാൻ കരുതി എൻ്റെ ഈ ഒരു വർഷം, അതായത് ഇന്നലെ ജനുവരി 17 ആയിരുന്നു, അടുത്ത 2027 ജനുവരി 17 ഞാൻ ഒരു 30 തിങ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. 30 തിങ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഒരു 30 കാര്യങ്ങൾ ഞാനിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ലിസ്റ്റ് ഔട്ട് ചെയ്തത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത വർഷം എൻ്റെ ബർത്ത്ഡേക്ക് നമുക്കൊരു എന്താ പറയുക, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു റിവ്യൂ പോലെയൊക്കെ നമുക്കൊരു എന്താ പറയുക, ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്തവണ ഞാൻ അങ്ങനെ ഒരു ചലഞ്ചാണ് ഏറ്റെടുക്കുന്നത്. നിങ്ങൾക്കും ഞാൻ ആ ചലഞ്ച് തരികയാണ്. നിങ്ങളുടെ ബർത്ത്ഡേക്കും നിങ്ങൾക്ക് എത്ര വയസ്സിലുള്ള ബർത്ത്ഡേ ആണോ, 17 ഏജ് ആവുകയാണെങ്കിൽ ഒരു 17 തിങ്സ് നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം ഇത്തവണ ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതോടുകൂടെ പിന്നെ എൻ്റെ കുറേ ഡ്രീംസ് ഒക്കെ ഉണ്ട്, ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് അതിലേക്കൊക്കെ ഫോക്കസ് ചെയ്യണം. അങ്ങനെ കുറച്ചുകൂടി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടാക്കണം. ഇതൊക്കെയാണ് എൻ്റെ ഈ വർഷത്തെ ഒരു തോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനിയും ബർത്ത്ഡേയുടെ കുറേ മെമ്മറീസ് ഉണ്ട്, അതൊക്കെ ഞാൻ ഈ വീഡിയോയിലേക്ക് കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടൊരു കാര്യം പറയാനുള്ള ഗൈസ്, 5 കേക്കാണ് ഞാൻ ഇന്നലെ എൻ്റെ ബർത്ത്ഡേക്ക് മുറിച്ചത്. എനിക്കൊന്നും പറയാനില്ല, കാരണം 5 കേക്കൊക്കെ മുറിച്ച ആൾക്കാർ ചിലപ്പോൾ കാണും. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ 5 കേക്ക്. എൻ്റെ സ്റ്റുഡൻസ് 3 ബാച്ചായിട്ട് അവർ മുറിച്ചു. ഒരു ബാച്ച് എൻ്റെ കൊളീഗ്സ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഒരു കേക്ക് എൻ്റെ വീട്ടിൽ. അങ്ങനെ 5 കേക്കാണ് ഞാൻ ഇന്നലെ മുറിച്ചത്. ഇതിനോടൊപ്പം ഞാൻ അറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്നുള്ള രീതിയിൽ പറയാണ്, ഐ എം സോ ഗ്രേറ്റ്ഫുൾ, സോ താങ്ക്ഫുൾ. എല്ലാ ബ്ലെസ്സിങ്സിനും, അല്ലെങ്കിൽ ഇത്രയും ഒരു 29 ഇയേഴ്സ് എൻ്റെ ജേർണി, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഉണ്ട്. എൻ്റെ ലൈഫിലെ ഇമ്പോർട്ടൻറ്റ് റോൾ വഹിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഐ താങ്ക് ലോർഡ് ഓൾമൈറ്റി ഫോർ ദാറ്റ് ബ്ലെസ്സിങ്സ് ആൻഡ് ദ യൂണിവേഴ്സ്, എവറിത്തിങ്. എല്ലാത്തിനും ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം ഞാൻ ഇന്നലത്തെ എൻ്റെ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ടാവും. ഇനിയും ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനലിനെ കുറച്ചുകൂടി വളരണം, ഗ്രോത്ത് ഉണ്ടാവണം എന്നൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാ വീക്കെൻഡ്സും ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ടാവും. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. താങ്ക് യു ഓൾ. ബാക്കി ഇത് കഴിയുമ്പോൾ ബാക്കി വീഡിയോസ് അല്ലെങ്കിൽ ബാക്കി ക്ലിപ്പിംഗ്സ് പോയി കണ്ടോളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.
Happy birthday to you. Happy birthday to you. Happy birthday to you. Show your hand. അതൊരു കോഡാ. ആ കോഡ് യൂസ് ചെയ്ത് അത് എന്താണ് ഞാൻ അതിനകത്ത് എഴുതിയിരിക്കുന്ന ആ സ്ഥലം ഗസ് ചെയ്യും. ആ മൂന്ന് വേർഡ് ഈ വേർഡ് തണുപ്പ് 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 ചൂട് 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 തണുപ്പ് ഇല്ല തണുപ്പ് 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 തണുത്തോ തണുപ്പ് 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 ഇത് തണുപ്പ് തണുപ്പ് തണുപ്പ്
കുടിച്ചു കുടിച്ചു ഇറങ്ങട്ടെ പമ്പെല്ലാം കളിക്കണം തണുപ്പ് 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 ചൂ ചൂ തണുപ്പ് 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 ചൂ തണുപ്പ് ചൂ തണുപ്പ് ചൂ തണുപ്പ് ചൂ തണുപ്പ് ഇല്ല ചൂ തണുപ്പ് ചൂട് ചൂട് തണുപ്പ് ചൂട് 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 കൊടുത്തു ചൂട് ചൂട് തണുപ്പ് ചൂട് ചൂട് തണുപ്പ് ചൂട് ചൂട് Come, let's go. ചൂട് ചൂട് ചൂട്